ഞാൻ സിനിമാ താരം ജോയ് മാത്യുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി. വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഹിന്ദുവായി ജനിച്ചാലുള്ള ഗുണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ചെറുപ്പം തൊട്ടേ മതം പഠിക്കാൻ പോകണ്ട. എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ കർശനമായിട്ടുള്ള നിയമങ്ങളില്ല. തൊപ്പി വയ്ക്കേണ്ട, സുന്നത്ത് നടത്തേണ്ട, മാമോദിസ മുങ്ങണ്ട. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ട. വിശ്വാസമുള്ളവർക്ക് പോയാൽ മതി. പോകണമെന്ന് തോന്നുമ്പോൾ ഏത് അമ്പലത്തിലും ജാതിയോ ഭാഷയോ ആരാധനക്രമമോ നോക്കാതെ പോവാം. പോയാലും പോയിട്ടില്ലേലും അമ്പലത്തിലെ പൂജാരിയോ കമ്മിറ്റിക്കാരോ കണ്ണുരുട്ടി കാണിക്കില്ല. ദൈവഭയമില്ലാത്തവനെന്ന് പറഞ്ഞ് ചാപ്പകുത്തില്ല. മതത്തിൽ നിന്ന് പുറത്താക്കില്ല. ചത്താൽ തെമ്മാടിക്കുഴിയിലേക്കെന്ന് വിധി എഴുതില്ല. കല്യാണം കഴിക്കാൻ മതമേലധ്യക്ഷന്മാരുടെ നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട, ശുപാർശക്കത്തും വേണ്ട. ചെക്കൻ എങ്ങനാ ആളെന്ന് അന്വേഷിക്കാൻ അമ്പലത്തിലേക്ക് പോവില്ല. മതദൈവ വിശ്വാസിയാണോ എന്ന് പെൺവീട്ടുകാർ അന്വേഷിക്കില്ല. പെണ്ണ് മതവിശ്വാസിയാണോന്നോ 916 ഹിന്ദുവാണോന്നോ ഹിന്ദു മതാചാരപ്രകാരം ജീവിക്കുന്നവളാണോന്നോ നോക്കാറില്ല. ഇഷ്ടത്തിന് 1-2 കുട്ടികൾ മാത്രമായി സ്വസ്ഥ ജീവിതം നയിക്കാം. കള്ള് കുടിക്കാൻ നിരോധനമില്ലാത്തത് കൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഭ്രാന്ത് പിടിക്കേണ്ട. ഒരു വിലക്കുകളുമില്ലാതെ സിനിമ കാണാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം. പലിശയ്ക്ക് പണം കൊടുക്കാം, വാങ്ങാം. ആർക്കും വോട്ട് ചെയ്യാം. എങ്ങനെയും ജീവിക്കാം, നിയമങ്ങളില്ല. മരണാനന്തര പേടിപ്പിക്കലുകളില്ല. മദ്യപ്പുഴയെയും ഹൂറിമാരെയും സ്വപ്നം കണ്ട് ഒരു ജന്മം വെറുതെ കളയണ്ട. നരകത്തിൽ വിറകുകൊള്ളിയാക്കുമെന്ന് പേടിക്കണ്ട. ഉൽപ്പത്തി മുതൽ പ്രപഞ്ചഘടന വരെ ആധുനിക ശാസ്ത്രവിരോധമായതൊന്നും ഇതിലില്ല. സമയമുള്ളവർക്ക് വേദങ്ങൾ പഠിച്ചാൽ ഏതു നിരീശ്വരവാദിയുടെ ചോദ്യത്തിനും ഉത്തരം പറയാം. പെണ്ണിന് പ്രത്യേകം നിയമാവലികളില്ല. പെണ്ണിന് പ്രത്യേകം നിരോധനങ്ങളില്ല. പെണ്ണ് ഡാൻസ് കളിച്ചാൽ കൂട്ടം കൂടി ഒരുത്തനും തെറി പറയില്ല, കയ്യടിക്കും, പ്രോത്സാഹിപ്പിക്കും. ചെറുപ്പം മുതലേ ഡാൻസിനയക്കും, പാട്ടിനയക്കും, സ്പോർട്സിനയക്കും. മുഖം മൂടണ്ട, തലയും. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അവൾക്ക് വേറെ തന്നെ ഭക്ഷണ സ്ഥലമില്ല. ആൾക്കൂട്ടത്തിൽ വിലക്കുകളില്ല, നിയമങ്ങളില്ല, നിരോധനങ്ങളില്ല. ഏത് മതത്തിലെ ദൈവത്തെയും പ്രാർത്ഥിക്കാം. നക്ഷത്രം തൂക്കാം, പുൽക്കൂടൊരുക്കാം. ഏതുത്സവവും ആഘോഷിക്കാം. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും ക്രിസ്മസ്, ഈസ്റ്റർ, ഈദ്, നബിദിനാശംസകൾ സുഹൃത്തുക്കൾക്ക് അയക്കാം. ഒരുത്തനും ചോദിക്കില്ല. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ ആരെയും പേടിക്കണ്ട. സുഖം, സുന്ദരം, സ്വസ്ഥം, സ്വാതന്ത്ര്യം. ഇഷ്ടം പോലെ ജീവിക്കാം. മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, മതമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കാര്യം വിട്ടുപോയി. ശവസംസ്കാരത്തിന് സെമിത്തേരിയിൽ സ്ഥലം കിട്ടാൻ അടിപിടി വേണ്ട. കുറച്ച് വിറകുണ്ടായാൽ മാത്രം മതി. ഇങ്ങനെയാണ് ആ പോസ്റ്റ് വരുന്നത്. വളരെയധികം രസകരമായിട്ട് തോന്നി. അതുമാത്രമല്ല വളരെയേറെ ചിന്തിക്കാനുള്ളതായിട്ടും തോന്നി. ചില മതവിഭാഗങ്ങൾ മനുഷ്യനെ തളച്ചിടുന്ന ചില അതിർവരമ്പുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില ജീവിത രീതികളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയിലെ എല്ലാ ജീവികളെയും പോലെ ഒരു ജീവിയാണ് മനുഷ്യനും. മനുഷ്യനും സ്വാതന്ത്ര്യം വേണം. പക്ഷികളൊക്കെ പറക്കുന്നത് പോലെ, മൃഗങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നത് പോലെ, വേട്ടയാടുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ അവരെല്ലാം സ്വതന്ത്രരാണ്. അതുപോലെ മനുഷ്യനും സ്വതന്ത്രനാവണം. മനുഷ്യൻ സ്വതന്ത്രനാവണമെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ, മതനിയമങ്ങൾ മനുഷ്യനെ ഒരിക്കലും തളച്ചിടാൻ പാടില്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മളെ ശ്വാസം മുട്ടിക്കും. നമ്മൾ മരണം വരെ, 6 അടി മണ്ണിലേക്ക് പോകുന്നത് വരെ, അല്ലെങ്കിൽ ചിത കത്തി എരിയുന്നത് വരെ നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിക്കുന്നത് ഒരു ചില്ലുകൂട്ടിൽ അല്ലെങ്കിൽ ഒരു തടവറയിൽ ജീവിക്കുന്നത് പോലെ ഈ നിയമങ്ങൾ ഇതെല്ലാം പാലിച്ചും കൊണ്ട് അത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാതെ, ശരിയാണെന്ന് പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം നമ്മൾ
ഈ അനുസരിക്കുന്ന മതനിയമങ്ങൾക്ക് പണ്ട് എത്രയോ മനുഷ്യനൊക്കെ ജനിച്ചിട്ട് മനുഷ്യൻ്റെ ആ ഒരു അറിവ് വെച്ച് തുടങ്ങിയ കാലം മുതൽ എത്രയോ പഴക്കമുള്ള നിയമാവലികളാണ്. 2000 വർഷം 1600 വർഷം ഒക്കെ പഴക്കമുള്ള ഈ ഒരു നിയമങ്ങളും വച്ചിട്ടാണ് ഇന്നത്തെ ആധുനിക മനുഷ്യരും ജീവിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് സനാതന ധർമ്മത്തിൽ 5000 വർഷം മുൻപ് പഴക്കമുള്ള ഈ ഒരു സംസ്കൃതിയിൽ ഇങ്ങനെയുള്ള യാതൊരു നിയമങ്ങളും തന്നെയില്ല. 5000 വർഷങ്ങളായിട്ട് ഹിന്ദു ഒരിക്കലും അങ്ങനെ ജീവിച്ചിട്ടില്ല, അങ്ങനെ ജീവിക്കുന്നില്ല, അങ്ങനെ ജീവിക്കാൻ പോകുന്നുമില്ല. ഹിന്ദു എന്നാൽ സ്വതന്ത്രനാണ്, സ്വാതന്ത്ര്യം വേണ്ടുവോളം അനുഭവിക്കുന്നവനാണ്. ഹിന്ദുവിന് കർശനമായിട്ടുള്ള നിയമങ്ങളില്ല, വ്യവസ്ഥതകളില്ല, ജീവിത രീതിയില്ല. അപ്പോൾ പറയൂ, ഈ ധർമ്മം, നമ്മുടെ സനാതന ധർമ്മം എത്ര മഹത്തരമാണ്, എത്ര മനുഷ്യത്വപരമാണ്, മാനവികമാണ്. ചിന്തിക്കുക. എന്നു മുതൽ ഈ വിശ്വാസങ്ങൾക്ക് കൂച്ചുവിലങ്ങ് വീഴുന്നുവോ അന്നു മുതൽ ഈ വിശ്വാസങ്ങൾ, ഈ ധർമ്മം ജീർണിച്ചു തുടങ്ങും. അതാണ് ഈ വിശ്വാസങ്ങളുടെ, ഈ സനാതന ധർമ്മ വിശ്വാസങ്ങളുടെ ഒരു പ്രത്യേകത. ഇതിനെ ഒരിക്കലും ഒരു മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ തളച്ചിടാൻ കഴിയില്ല. ഹിന്ദു ഒരു മതമല്ല, ഒരു ജീവിത രീതിയാണ്. പ്രത്യേകമായി ഒരു ഗ്രന്ഥമോ വിശ്വാസ പ്രമാണങ്ങളോ ഇല്ല. ഒരുപാട് വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുക്കളും സംഹിതകളും അങ്ങനെ ഒരുപാട് അസംഖ്യം കൃതികൾ, അസംഖ്യം ഗ്രന്ഥങ്ങൾ ഈ ഒരു വിശ്വാസ പ്രമാണങ്ങൾക്ക്, ഈ ഒരു വിശ്വാസത്തിന് തണലായി നിൽക്കുന്നുണ്ട്. പക്ഷേ നിയതമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഹിന്ദുവിനില്ല. ഹൈന്ദവ വിശ്വാസങ്ങളെ നമുക്കൊരു ആനയോട് ഉപമിക്കാം. ഒരു ആനയെ നമുക്കൊരിക്കലും ഒരു വളർത്തുമൃഗമാക്കാൻ സാധിക്കില്ല. അതിനെ മെരുക്കാനേ സാധിക്കൂ, അതിനെ ഇണക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുപോലെയാണ് ഹൈന്ദവ വിശ്വാസങ്ങളും. അതിനെ നമുക്ക് മെരുക്കിയെടുക്കാൻ മാത്രമേ സാധിക്കൂ, അതിനെ ഒരിക്കലും നമുക്ക് ഇണക്കി എടുക്കാൻ സാധിക്കില്ല. ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എന്നു മുതൽ ഒരു വേലിക്കെട്ട് വരുന്നു, എന്നു മുതൽ ഒരു ചട്ടക്കൂട് വരുന്നു, എന്നു മുതൽ നിയമങ്ങൾ, കർശനമായിട്ടുള്ള നിയമങ്ങൾ വരുന്നു, അന്നു മുതൽ ഈ വിശ്വാസങ്ങൾ, ഈ ഒരു ധർമ്മം ജീർണിച്ചു തുടങ്ങും. പിന്നെ അതിൻ്റെ നാശം അതിവിദൂരമല്ല. ഇതാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് 5000 വർഷങ്ങൾക്കിപ്പുറവും ഈ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത്. ഇതിന് നിയതമായ ചട്ടക്കൂടില്ല, നിയതമായിട്ടുള്ള നിയമങ്ങളില്ല. ഹിന്ദു സ്വതന്ത്രനാണ്. ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഈ വിശ്വാസങ്ങൾ ഇത്രയും കാലം നിലനിൽക്കാൻ കാരണം. ഈ വിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇതെങ്ങോട്ട് വേണമെങ്കിലും ചായാം, എന്ത് വേണമെങ്കിലും സ്വാംശീകരിക്കാം, ഏത് വിശ്വാസങ്ങളെ വേണമെങ്കിലും, ഏത് ആരാധനാക്രമം വേണമെങ്കിലും, ഏത് ദൈവത്തെ വേണമെങ്കിലും സ്വാംശീകരിക്കാം. പറ്റുമെങ്കിൽ ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ മുഹമ്മദിനെയോ അവരംഗീകരിക്കുമെങ്കിൽ നമ്മൾ ഉപദൈവങ്ങളാക്കി മാറ്റി, ഉപദൈവ ക്ഷേത്രങ്ങളാക്കി മാറ്റിയേനെ. ചില വിശ്വാസങ്ങൾ അങ്ങനെ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില വിശ്വാസങ്ങൾ അങ്ങനെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ജൈനദേവനെ, വർദ്ധമാന മഹാവീരനെ, അതുപോലെ ശ്രീബുദ്ധനെ, അതുപോലെ സിഖ് ഗുരുക്കന്മാരെ, ഗുരുനാനാക്കിനെ ഒക്കെ നമ്മൾ അതേപോലെ സ്വാംശീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളിൽ അവർക്കൊക്കെ ഒരു പ്രത്യേക ഇടം ചില ഭാഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തും സ്വാംശീകരിക്കാനും എന്തും ലയിപ്പിക്കാനും എന്തും ഏത് വിശ്വാസ പ്രമാണങ്ങളും സ്വീകരിക്കാനും എന്തും ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു സാഗരം പോലെ, അല്ലെങ്കിൽ ഒരു വിഹായിസിനെ പോലെയാണ് നമ്മുടെ ധർമ്മം. ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ഈ ധർമ്മത്തിൽ ജനിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതിൽ അഭിമാനം മാത്രം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.